രണ്ടാമത്തെ ഡിമാൻഡാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് 21-ൽ റവന്യൂ എടുക്കാൻ വേണ്ടി റവന്യൂ പിറക്കിയ നോട്ടിഫിക്കേഷൻ അതും പിൻവലിക്കണം എന്നതായിരുന്നു. പദ്ധതി പിൻവലിച്ചു എന്ന് ഉത്തരവിറക്കണം, ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇറക്കിയ നോട്ടിഫിക്കേഷൻ പിൻവലിക്കണം. ഈ രണ്ട് ഡിമാൻഡുകളായിരുന്നു ആദ്യത്തെ ഒന്നും രണ്ടുമായിട്ടും. തീർച്ചയായും വേണം. ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ കൊടുത്ത നിവേദനത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിലവിലുള്ള റെയിൽവേയുടെ വികസനം 3ഉം 4ഉം പാതകൾ പണിയാൻ വേണ്ടി അത് ഈ ഇടതുമുന്നണി ഗവൺമെൻറ് 2016 പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിരുന്ന സംഗതി കേന്ദ്ര ഗവൺമെൻറ്റുമായി റെയിൽവേയുമായി ആലോചിച്ച് 3ഉം 4ഉം പാതകൾ പണിയാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ്. എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല? നിലവിൽ ഒരുപാട് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്, അത് പരിഹരിക്കണം. ഇപ്പോൾ സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കാൻ കഴിയും, പാത ബലപ്പെടുത്തി. ഇപ്പം അതുകൊണ്ടാണ് വന്ദേ ഭാരതല്ല ഈ 100 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടുന്നത്. മറുഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത് 50 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ നമ്മുടെ പാതയിലൂടെ ഓടാൻ കഴിയില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഓടാൻ കഴിയാൻ പാകത്തിൽ ഇന്ത്യൻ റെയിൽവേ അത് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കണം, 3ഉം 4ഉം പാത അഡീഷണലായി പണിയണം വേഗപാതകളായി എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതിന് വേണ്ടി കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന്മേൽ സമ്മർദ്ദം ചെലുത്തണം. എന്തായാലും കേന്ദ്ര റെയിൽവേ അങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം എറണാകുളം കായംകുളം പാത, അമ്പലപ്പുഴ തുറവൂർ അഡീഷണൽ പാത, 2ാം പാത പണിയാനുള്ള തീരുമാനമായിട്ടുണ്ട്. പറഞ്ഞത് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു അതിവേഗ ഇടനാഴി സ്പീഡ് കോറിഡോർ പദ്ധതി ബദലായിട്ട് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടെന്നാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അതിനെതിരല്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാരിസ്ഥിതികമായി അതുപോലെ തന്നെ സാമൂഹ്യമായും സാമ്പത്തികമായും പ്രത്യാഘാതം ഉണ്ടാക്കാത്ത പരിപാടിയായിരിക്കണം. ഗുണഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കുന്ന പരിപാടികളാകരുത്, പദ്ധതികളാകരുത്. അത് ഇതെന്നല്ല, ഏത് പദ്ധതിയാണെങ്കിലും കേരളത്തിൽ വരേണ്ടുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി ഏറ്റവും പ്രധാനമായും ഞങ്ങൾ പരിഗണിച്ചത് പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്.